എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ദേവനന്ദ, CNN ഗേൾസ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നമ്മുടെ കേരളീയരുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു പച്ചക്കറിയാണ് സവാള. സവാള അരിയുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് അത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങൾ ചിന്തിക്കാതിരിക്കില്ല, എന്തുകൊണ്ടാണ് സവാള അരിയുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് എന്ന്. സവാള അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതിന് പിന്നിൽ ശാസ്ത്രീയമായി ഒരു കാരണമുണ്ട്. ഈ വീഡിയോയിൽ നമുക്കതിൻ്റെ കാരണം പരിചയപ്പെടാം. അതിനു മുമ്പായി ഈ സവാളയെക്കുറിച്ച് നമുക്ക് വിശദമായി ഒന്നറിയാം. സവാള ലില്ലി കുടുംബത്തിലെ ഒരു അംഗമാണ്. അല്ലിയം എന്ന ജീനസിലാണ് സവാള ഉൾപ്പെടുന്നത്. ഏഷ്യ എന്ന ഏറ്റവും വലിയ ഭൂഖണ്ഡത്തിലെ സ്വദേശിയാണ് സവാള. ഏകദേശം ആദിമ മനുഷ്യൻ്റെ കാലം മുതൽക്കേ തന്നെ പാചകത്തിൽ സവാള ഉപയോഗിച്ചു വരുന്നു. ഈ രാജ്യത്ത് കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും മൃദുവും വലുതുമായ സവാള സ്പാനിഷ് സവാളയാണ്. ഇതിൻ്റെ ഭാരം ഏകദേശം 450 ഗ്രാമാണ്. സവാള അരിയുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നതിന് കാരണം എന്തായിരിക്കും? നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ കണ്ണിലെ പ്രവർത്തനത്തെക്കുറിച്ച് അറിയാം. നമ്മുടെ കണ്ണിൽ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ എൻ്റർ ചെയ്യുമ്പോൾ കണ്ണിലെ കണ്ണുനീർ ഗ്രന്ഥി ഇതിനെ പുറം തള്ളി കളയാൻ ശ്രമിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ കണ്ണിൽ ഒരു കണ്ണുനീർ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന്. ഇത് കണ്ണിൽ ഇറിറ്റേറ്റിംഗ് ആയി ചെല്ലുന്ന എൻസൈമുകളെ പുറം തള്ളി കണ്ണിനെ എപ്പോഴും വൃത്തിയാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുന്നു. ഇതുമൂലം നമ്മുടെ കാഴ്ചയുടെ മങ്ങൽ പരമാവധി ഈ കണ്ണുനീർ ഗ്രന്ഥി തടയുന്നുണ്ട്. നമ്മുടെ കണ്ണിൽ പൊടിയോ അല്ലെങ്കിൽ പുകയോ പോയി കഴിഞ്ഞാൽ കണ്ണ് തുടർച്ചയായി ചിമ്മുകയും കണ്ണിൽ നിന്ന് വെള്ളം വരികയും ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇതേ തത്വം തന്നെയാണ് സവാള അരിയുമ്പോഴും നമുക്ക് ഉണ്ടാകുന്നത്. സവാളയിലും എൻസൈമുകൾ അടങ്ങിയിട്ടുണ്ട്. നാം സവാള മുറിക്കുന്ന സമയത്ത് എൻസൈമുകൾ വായുവിലേക്ക് എത്തുകയും റിയാക്ഷൻ സംഭവിക്കുകയും നമ്മുടെ കണ്ണിലേക്ക് എൻ്റർ ചെയ്യുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു. ഈ സമയം കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഈ എൻസൈമുകളെ കണ്ണിൽ നിന്ന് പുറം തള്ളിക്കളയാനായി കണ്ണുനീർ ഗ്രന്ഥി ശ്രമിക്കുന്നു. ഇതിൻ്റെ ഫലമായാണ് നമുക്ക് സവാള അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്. സവാളയിൽ അടങ്ങിയിട്ടുള്ള എൻസൈമിൻ്റെ പേരാണ് ലാക്രിമിനേറ്ററി ഫാക്ടറീസ്. ഈ എൻസൈമുകൾ അമിനോ ആസിഡ് സൾഫോക്സൈഡുമായി റിയാക്ഷനിൽ ഏർപ്പെട്ട് സൾഫ്യൂരിക് ആസിഡ് ഫോം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സൾഫ്യൂരിക് ആസിഡ് അൺസ്റ്റേബിൾ ആണ്. സൾഫ്യൂരിക് ആസിഡ് സിൻപ്രൊപ്പൻ എത്തിയൽ എക്സ് ഓക്സൈഡായി രൂപമാറ്റം ചെയ്യുന്നു. ഈ ഒരു സബ്സ്റ്റൻസാണ് നമ്മുടെ കണ്ണിൽ എൻ്റർ ചെയ്യുന്നതും കണ്ണിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ഈ സമയത്ത് കണ്ണുനീർ ഗ്രന്ഥി ഈ സബ്സ്റ്റൻസിനെ കണ്ണിൽ നിന്ന് പുറംതള്ളിക്കളയാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായാണ് കണ്ണിൽ നിന്ന് കണ്ണുനീർ പുറത്തേക്ക് ഒഴുകുന്നത്. സവാള അരിയുമ്പോൾ നമുക്കിനി കരയാതിരിക്കാൻ കുറച്ച് ടിപ്പുകൾ പരിചയപ്പെടാം. ടിപ്പ് നമ്പർ 1: 10 മുതൽ 15 മിനിറ്റ് വരെ തൊലി കളഞ്ഞ സവാള വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. ഇതിനുശേഷം സവാള എടുത്ത് അരിയുമ്പോൾ ഏകദേശം 70% നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നത് ഇത് തടയുന്നു. ടിപ്പ് നമ്പർ 2: തൊലി കളയാത്ത സവാള 1 മണിക്കൂർ ഫ്രീസറിൽ സൂക്ഷിക്കുക. ഇതിനുശേഷം അരിയുക. ഇതും എഫക്റ്റീവായ ഒരു ടിപ്പാണ്. ടിപ്പ് നമ്പർ 3: സവാള അരിയുന്ന സമയത്ത് അടുത്ത് ഉപ്പുപാത്രം വയ്ക്കുക. ഈ ഉപ്പുപാത്രം ഈ എൻസൈമുകളെ വലിച്ചെടുക്കുന്നു. ഇതുമൂലം നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നത് ഒരു പരിധിവരെ ഇത് കുറയ്ക്കുന്നുണ്ട്. സവാള അരിയുമ്പോൾ നാം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഈ വേര് പോലുള്ള ഭാഗം കളയാതിരിക്കാനാണ്. നാം സവാള അരിയുന്ന സമയത്ത് ഏറ്റവും ആദ്യം തന്നെ കളയുന്നത് ഈ ഭാഗമായിരിക്കും. ഇതിനുശേഷം സവാള ഈ കാണുന്നത് പോലെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ കണ്ണിൽ നിന്ന് വെള്ളം വരാതിരിക്കാൻ ഇത് സഹായിക്കും. താങ്ക് യു.